ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്ന് മിഠായി പൊതിയുടെ ഒരു 30 ചോദ്യങ്ങളുള്ള സ്വാതന്ത്ര്യ ക്വിസാണ്. അത് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഫുൾ മഴയാണ്, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരെല്ലാരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. ആദ്യം പറയട്ടെ, അപ്പം വീഡിയോ പഠിച്ചോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ക്വിസ് കേൾക്കുന്നതിനൊപ്പം ഒരു ബുക്ക് എടുക്കുക, പേന എടുക്കുക, കൂടെ ഉത്തരവ് എഴുതുക. ഇതൊരു മത്സരമാണ്. ഞാനും നിഷാനും തമ്മിലുള്ള 30 ചോദ്യങ്ങളുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ. കൂട്ടുകാരും പങ്കെടുക്കുക. ഓക്കെ, നിബീൻ നിഷാനും മാത്രമല്ല എല്ലാ കൂട്ടുകാരും ബുക്ക് എടുക്കുക. ഓരോരുത്തരുടെ മാർക്ക് എത്ര എന്നുള്ളത് നമുക്ക് മത്സരത്തിന് ശേഷം എഴുതുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 30 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ഉത്തരം എഴുതിക്കോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിക്കുന്നതിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സമരം തന്നെയാണ്. ആ സമരത്തിന് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല നേതൃത്വമാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ചോദ്യം: ലക്നൌവിൽ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1857 അയോധ്യ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നവാബായിരുന്ന അദ്ദേഹത്തിന്റെ വിധവ കൂടിയായ ഒരു വനിതയാണ് നേതൃത്വം നൽകിയത്. എങ്കിൽ അത് ആരാണ്? 1857 സമരം എന്ന് പറയുമ്പോ തന്നെ എനിക്ക് അപ്പൊ പറയുമ്പോ തന്നെ ഈ വനിതയുടെ പേരാണ് അദ്ദേഹം മനസ്സിലായത്. ഓക്കെ, നിങ്ങൾ പേര് പറഞ്ഞു. ബീഗം ഹസ്രത് മഹലാണ് ശരിയായ ഉത്തരവാണ്. ഓർക്കേണ്ട കാര്യം, 1857 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തും നേതൃത്വമാരായിരുന്നു. ഓരോ പ്രദേശത്തും വിജയിച്ച അല്ലെങ്കിൽ സമരത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപന്മാർ ആരായിരുന്നു? ഈ കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ചോദ്യം, രണ്ടുപേർക്കും ഓരോ മാർക്ക് സൈഡിൽ ഇടാം. മേളിൽ ഇങ്ങനെ 1, 2, 3 മാർക്ക് ചെയ്തിട്ടാൽ മതി, അവസാനം മാർക്ക് എളുപ്പത്തിൽ അറിയാം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വിന്ധ്യ സത്പുര പർവ്വതത്തിന് തെക്കുള്ള പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ സമരം ശക്തി പിടിച്ചിരുന്നു. അവിടെ സ്വദേശി പ്രസ്ഥാന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി സമരം ചെയ്ത് സ്വദേശി പ്രസ്ഥാനം ആഹ്വാനം ചെയ്തപ്പോൾ ഒരു സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി വരെ തുടങ്ങിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പിന്നീട് കപ്പലോട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുന്നത്. ആരാണ് അദ്ദേഹം? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരൊക്കെ കിട്ടിയ, സ്വന്തമായിട്ട് അന്ന് തന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സഹായവും ഇല്ലാതെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ഒരു കപ്പൽ കമ്പനി തന്നെ തുടങ്ങിയ ആ വ്യക്തിയുടെ പേര്. പല ക്വിസിലും ചെയ്തതുപോലെ തന്നെ ഇത്തവണ ഞാനിത് ടിക്കറ്റ് ഇപ്പോഴേ മാർക്ക്. അഹങ്കാരം. കപ്പലോട്ടിയ തമിഴൻ. നിഷാൻ ഉത്തരം VO ചിദംബരം പിള്ള. എനിക്ക് ഉത്തരം ശരിയാണോ? അതെ, രണ്ടുപേർക്കും മാർക്കിടാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ആരാണ് ബ്രഹ്മസമാജ് സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ആരാ? എഴുതണ്ട. ബ്രഹ്മസമാജ് സ്ഥാപിച്ചതാരാ? രാജാ റാം മോഹൻ റോയ്. ബ്രഹ്മസമാജിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് തുടങ്ങിയത് ഈ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന രവീന്ദ്രനാഥ് ടാഗോർ വിളിച്ചത് കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്നാണ് ഈ മലയാളിയെ. ഏത് മലയാളി സാമൂഹ്യ പരിഷ്കർത്താവാണ് കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്ന് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കഴിഞ്ഞോ? കേരളത്തിന്റെ രാജാ റാം മോഹൻ റോയ്. അറിയാമെങ്കിൽ പറഞ്ഞു. ഉത്തരം എന്താ? നിഷാന്റെ ഉത്തരം എന്താ? തെറ്റാണ്. അയ്യനത്ത് ഗോവിന്ദപിള്ള. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. മാർക്കില്ല, രണ്ടുപേർക്കും മാർക്കില്ല. അതെ, അദ്ദേഹമാണ് മദൻ മോഹൻ മാളവ്യ. ഇത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കേരളത്തിന്റെ രാജാ റാം മോഹൻ. ഓർത്തു വെക്കുക. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടനയിൽ കാശ്മീർ വിഷയത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് 8 മണിക്കൂർ പ്രസംഗിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു ഇന്ത്യക്കാരനുണ്ട്. കാശ്മീർ ഒരു വിഷയമായി വന്നപ്പോൾ അദ്ദേഹം കാശ്മീരിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിൽ തുടർച്ചയായിട്ട് പ്രസംഗിച്ചത് 8 മണിക്കൂറാണ്. ഒരു ക്ലൂ തരാം. മലയാളിയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട തോഴനാണ്. തുടർച്ചയായി 8 മണിക്കൂർ കാശ്മീർ വിഷയത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ള, എത്രത്തോളം ശരിയാണെന്നറിയില്ല. സംസാരിച്ചു വന്നപ്പോൾ ഒരു വാക്ക് കിട്ടിയില്ലെന്നും, അപ്പോൾ അണ്ടകടാഹം എന്ന വാക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. പെട്ടെന്നൊരു വാക്ക് കിട്ടാതിരുന്നപ്പോൾ അണ്ടകടാഹം എന്നൊരു വാക്ക് ഇദ്ദേഹം ഉപയോഗിച്ചെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ പറയപ്പെടുന്നു. 1 മിനിറ്റ് ഒന്നുമില്ല, പെട്ടെന്ന് എഴുതിക്കോ, സമയം കഴിയാറായി. ഓക്കെ, ഉത്തരം എഴുതിയോ? നിബിയുടെ ഉത്തരം ഏതാ? കൃഷ്ണസ്വാമി അയ്യർ. ജസ്റ്റിസ് CR കൃഷ്ണയ്യർ. രണ്ടും തെറ്റാണ്. ഇനി അടുത്തൊരു ചോദ്യം കൂടെ. നിങ്ങൾക്ക്
പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ തോഴൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിസഭയിലുണ്ട്. ആരാ? വി കെ കൃഷ്ണമേനോനാണ് ഉത്തരം. രണ്ടുപേർക്കും തെറ്റ്. ഗോവ വിമോചന സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്ത, ഗോവ വിമോചിപ്പിക്കുമ്പോഴേക്കുള്ള നമ്മുടെ കൃഷ്ണയ്യനല്ല, അദ്ദേഹം മറ്റേ ചീഫ് ജസ്റ്റിസ് ആദ്യത്തെ അല്ല, വി ആർ കൃഷ്ണയ്യർ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം കേരളത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതി മന്ത്രി. വി കെ കൃഷ്ണൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഗോവയെ വിമോചിപ്പിച്ചയാൾ. ഇദ്ദേഹം രാജിവെക്കുന്നത് ചൈന ഇന്ത്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റു രാജിവെക്കുകയായിരുന്നു. അടുത്ത ചോദ്യം, സമയം കളയണ്ട, അടുത്ത ചോദ്യത്തിലേക്ക്. 5-ാമത്തെ ചോദ്യം, നിയമലംഘന സമരം, ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നു. മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തു, ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കുന്നു. അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 13 വയസ്സുകാരി വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഏറ്റവും സജീവമായിരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായല്ലോ. 7 സിസ്റ്റേഴ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗങ്ങളിൽ ഏറ്റവും സജീവമായി സമരത്തിൽ സാന്നിധ്യമായിരുന്ന 13 വയസ്സുകാരി, അവരെ നാഗന്മാരുടെ റാണി, നാഗാലാൻഡിന്റെ പ്രദേശം എന്നാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ വിശേഷിപ്പിച്ചത്. ആരാണ്? ആരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്? നിയമലംഘന പ്രസ്ഥാന കാലത്ത് സജീവമായിരുന്ന, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ സജീവമായിരുന്ന 13 വയസ്സുകാരി. നിങ്ങൾക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ഉൾക്കാഴ്ചയായിട്ട് എടുക്കുക. 15 ഓഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുക. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം എന്താ? ഉണ്ടോ ഉത്തരം? നിഷാൻ എന്താ എഴുതി? നിബി എന്താ എഴുതി? എഴുതിയത് വായിക്കും. റാണി ഗൈഡിൻലു ശരിയായ ഉത്തരവാണ്. നാഗന്മാരുടെ അറിയാവുന്നത് എന്താ നിഷാൻ എഴുതാഞ്ഞ്? ഉത്തരം എഴുതിയത് വായിക്കുക. അറിയാമെങ്കിൽ എഴുതിക്കോ കേട്ടോ. നമ്മൾ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഇനി എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നതിൽ നല്ലത് അത് നിഷാന് മാത്രമല്ല എല്ലാ കൂട്ടുകാരോടും കൂടി ഉള്ളതാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ എഴുതുക. ഓക്കെ, 6-ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെയും അറസ്റ്റ് ചെയ്തു. ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഗാന്ധിയെ പാർപ്പിച്ചത് എവിടെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട മഹാത്മാഗാന്ധിയെ എവിടെയാണ് പാർപ്പിച്ചത്? ഏത് ജയിലിൽ? ജയിലിൽ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിബിയുടെ ഉത്തരം പറഞ്ഞു. അല്ല, മാറ്റാൻ എഴുതാൻ ഉദ്ദേശിക്കുക, വെട്ടിയിട്ട് പറഞ്ഞു. ഏതാ ഉത്തരം? ഓക്കെ, നിഷാൻ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരമാണ്. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അറസ്റ്റ് ചെയ്ത മഹാത്മാഗാന്ധിയെ പാർപ്പിച്ചിരുന്നത്. കസ്തൂർബായും കൂടി ഉണ്ടായിരുന്നു അല്ലേ? ഒരുമിച്ചായിരുന്നു മരിക്കുന്നത്. ആ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഓക്കെ, 7-ാമത്തെ ചോദ്യത്തിലേക്ക്. സ്വാതന്ത്ര്യ സമരകാലത്ത് മുഴങ്ങിക്കേട്ടതും പിന്നീട് നമ്മളിപ്പോൾ എപ്പോഴും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതുമായ ഒരു മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ആരാണ് ആ മുദ്രാവാക്യത്തിന്റെ ശില്പി? വളരെ സിമ്പിളായ ചോദ്യം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി ആരാണ്? നോക്കണ്ട, അപ്പുറം നോക്കണ്ട, എന്തെങ്കിലും എഴുതട്ടെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി എന്ത്? ആര്? പുട്ട് ഡൗൺ യുവർ പെൻസ്. സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ നിഷാന്റെ ഉത്തരം? നിബിയുടെ ഉത്തരം? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ്. കൂടെ ഒരു എപ്പോഴും ചേർത്തൊരു മുദ്രാവാക്യം കൂടെ പറയുമല്ലോ, ദില്ലി ചലമാണ്. ജയ് ഹിന്ദും ദില്ലി ചലവും സുഭാഷ് ചന്ദ്രബോസ്. അത് ഏറ്റവും നിങ്ങൾ രണ്ടുപേരും ശരിയാക്കാൻ വേണ്ടി തന്ന സിമ്പിൾ ചോദ്യമാണേ. 8-ാമത്തെ ചോദ്യം, ജനഗണമന മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ അല്ലെ, ഭാരതവിധാത എന്ന പ്രസിദ്ധീകരണത്തിൽ ആദ്യം വരുന്നു. രവീന്ദ്രനാഥ് ടാഗോർ എഴുതി പേര്. തത്വബോധിനി പത്രികയിൽ വരുന്നു. ഭാരതവിധാത എന്നായിരുന്നു പേര്. പിന്നീട് ജനഗണമനയായിട്ട് മാറി, ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് മാറി. നമ്മളിപ്പോൾ കേൾക്കുന്ന ആ ഈണം ഉണ്ടല്ലോ ജനഗണമനയ്ക്ക്, അത് നൽകിയതാരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ഈണം, ആ സംഗീതം നൽകിയ വ്യക്തി ആരാണ്? സമയം കഴിയാണ്, പെട്ടെന്ന് എഴുതിക്കൂ. പെട്ടെന്ന് എഴുതുക. ഓക്കെ, ഉത്തരം ഉണ്ടോ നിബിക്ക്? ഇല്ല. നിഷാന്റെ ഉത്തരം? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ശരിയായ ഉത്തരവാണ്. നിങ്ങൾക്ക് മാർക്ക് സൈഡിലിടാം.
ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂറാണ് ജനഗണമനയ്ക്ക് ആ മ്യൂസിക് നൽകിയിരിക്കുന്നത്. 9ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് നോവലുകളും കഥകളും കവിതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കാവ്യമാണ്, വേണമെങ്കിൽ ഒരു മഹാകാവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ധർമ്മസൂര്യൻ. ആരാണ് എഴുതിയത്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ധർമ്മസൂര്യൻ എന്ന കാവ്യം വേണമെങ്കിൽ മഹാകാവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയൊരു കാവ്യം, അത് എഴുതിയത് ആരാണ്? ഗാന്ധിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എഴുതിയത് ആര്? ഓക്കെ, നിഷാന്റെ ഉത്തരം പറയോ? പറഞ്ഞു, ഉത്തരം പറഞ്ഞു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നിബിയുടെ ഉത്തരം ശരിയാണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. രണ്ടുപേർക്കും മാർക്കിടാം. നിങ്ങൾ സൈഡിൽ മാർക്ക് ഇടുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല, ഏതാ? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ, ബീഹാറിലെ നീലം കർഷകരുടെ ചമ്പാരനിലെ സമരം മഹാത്മാഗാന്ധി എന്നാൽ അത് എങ്ങനെ വെറുതെ അത് സെലക്ട് ചെയ്ത് അങ്ങോട്ട് പോകുകയല്ലായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട സമരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി മഹാത്മാഗാന്ധിയെ ക്ഷണിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആരാണ് ആ വ്യക്തി? ഗാന്ധിയെ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമരമായ ചമ്പാരൻ സമരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്ത്? നിബി എഴുതി കഴിഞ്ഞു. നിഷാൻ എഴുതിയോ? പറയോ പേര്? മൗജി ദവേ. ഗാന്ധിയെ എനിക്ക് തോന്നുന്നു പറഞ്ഞ് ലണ്ടനിലേക്ക് വിട്ടയാളാണെന്ന്. ആരാ? രാജ്കുമാർ ശുക്ലയാണ് ശരിയായ ഉത്തരം. നിഷാൻ അറിയാമായിരുന്നു. ഇതൊരു മത്സരത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണിത്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു 1-2 തവണ വായിച്ച് 1-2 തവണ കേട്ടാൽ ഉത്തരങ്ങളിലേക്ക് എത്തില്ല. എല്ലാ ക്വിസ് മത്സരങ്ങളിലും നിങ്ങൾ ഇനി ഒരു മത്സരത്തിലേക്ക് ഒറിജിനലി പോയിരിക്കുമ്പോൾ ഇതിനേക്കാൾ ടെൻഷനും ഒക്കെയാണ്, പലതും മറന്നുപോകും. മറന്നു പോകാതിരിക്കാൻ റിവൈസ് ചെയ്യുക. ഗാന്ധിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. 1919 ഏപ്രിൽ 13 ഇന്ത്യ ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവസം. എന്താ സംഭവം? ജാലിയൻ വാലാബാഗ്. ബ്രിട്ടീഷുകാര് 2000-ലധികം ആളുകളെ അവിടെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഒഫീഷ്യൽ രേഖകൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് ജാലിയൻ വാലാബാഗിൽ മരണപ്പെട്ടവർ എത്രയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എത്രയാണത്? ഔദ്യോഗിക രേഖകൾ പ്രകാരം ജാലിയൻ വാലാബാഗിലെ മരണപ്പെട്ടവരുടെ എണ്ണം, ഔദ്യോഗിക രേഖകൾ പ്രകാരം. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരത്തിലെന്നറിയോ? 379 പേരാണ്. 379. ഉത്തരവുണ്ടോ ആർക്കെങ്കിലും? രണ്ടുപേർക്കും തെറ്റാണ്. 379 ആണേ. 379 പേരാണ്. 12ാമത്തെ ചോദ്യം. റെഡിയാണോ? 12ാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ നാഷണൽ ആർമി INA ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അതിന്റെ പേര്. അതൊക്കെ നിങ്ങൾക്കറിയാം. ആ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഒരു മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മലയാളിയുടെ പേര് ആരാണ്? എഴുതിയില്ലേ? ആരാ? നിബിയുടെ ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ശരിയായ ഉത്തരവാണ്. മാർക്കിടാം. ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം നമ്പർ 13. വേഗത്തിൽ പോവാം. കുണ്ടറ വിളംബരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിൽ, കേരളത്തിൽ നടന്ന വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ കൈമൈമറന്ന് പോരാടാൻ തിരുവിതാംകൂറിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച ആ കുണ്ടറ വിളംബരം നടന്നതെന്ന് മാർക്ക് കിട്ടണമെങ്കിൽ വർഷവും തീയതിയും വേണം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്, ആ ആഹ്വാനം നടന്ന വർഷം, ദിവസം. ഓക്കെ, നിബിക്ക് ഉത്തരം പറയാം. 1809 ജനുവരി 10. നിഷാന്റെ ഉത്തരം പറ. 1809 ജനുവരി 11. രണ്ടുപേർക്കും മാർക്കില്ല. അല്ല, ജനുവരി 11. 1809 ജനുവരി 11 ഏറ്റവും നിസ്സാരമായ ഒരു ചോദ്യം കൂടിയായിരുന്നു നിങ്ങൾ ഇപ്പൊ തെറ്റിച്ചിരിക്കുന്നത്. 1809 ജനുവരി 11. 14ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുമ്പോഴാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായി, അന്ന് സംസ്ഥാനങ്ങളൊന്നുമില്ല, കുറെ ബ്രിട്ടീഷ് പ്രൊവിൻസുകളും നാട്ടുരാജ്യങ്ങളും മാത്രം ഉള്ളപ്പോഴും ഭാഷയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാം എന്ന് തീരുമാനമെടുത്തത് നിർബന്ധമായിട്ടും വേണം. ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ?
ഏറ്റവും പ്രധാന കാര്യം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലൊന്ന്. ഉത്തരവുണ്ടോ? നിഷാനുണ്ടോ? ഇല്ല. നിബിക്ക് 1920 നാഗ്പൂർ ശരിയായ ഉത്തരവാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. എന്താ നിഷാൻ? 1920. നീ പറയുന്നത് ക്ലിയർ ആകുന്നില്ല, ഉറക്കെ പറയൂ. 1920 നാഗ്പൂർ സമ്മേളനം. ഓക്കെ, ശരി. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. ഒരു സാന്താൾ വനിതയാണ് ബുദിനി മെജ്ഹാൻ. സാന്താൾ വനിത. ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ പല നേട്ടങ്ങളിലൊന്നായ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു കൂടെ കൂട്ടുന്നു. അതിൻ്റെ പേരിൽ നെഹ്റുവിന് മാലയിട്ടു എന്ന കാരണത്താൽ അവർ ആ സമുദായത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് സാറാ ജോസഫിന്റെ ഒരു നോവലാണ് ബുദിനി എന്ന പേരിൽ. ബുദിനി മെജ്ഹാൻ ജവഹർലാൽ നെഹ്റുവിനൊപ്പം ഉദ്ഘാടനം ചെയ്ത ആ ഡാമിന്റെ പേരെന്ത്? 15ാമത്തെ ചോദ്യം. ഏത് ഡാമാണ് ജവഹർലാൽ നെഹ്റുവിനൊപ്പം ബുദിനി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം അറിയാമെങ്കിൽ എഴുതുക. സമയം കഴിയുന്നു. നിഷാൻ ഉത്തരവുണ്ടോ? ബൊക്കാറോ തെറ്റാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയാണ്. തെഹ്രി തെറ്റാണ്. പഞ്ചേത് ഡാം, ദാമോദർ നദിയിൽ ഇപ്പോഴത്തെ ജാർഖണ്ഡിലെ പഞ്ചേത് ഡാമാണ്. പഞ്ചേത് ഡാം. ഓക്കെ, ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡീറ്റെയിൽസ്, പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ രസകരമായി തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പത്രങ്ങളിലൂടെ എന്ന പേരിലുണ്ട്. ഒരു ദിവസം 1 രൂപ ഫീസ് എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് 365 രൂപയാണ് ഫീസ്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് 365 രൂപ ഫീസ് അടയ്ക്കുക. അതിന്റെ സ്ക്രീൻഷോട്ടും അതേ നമ്പറിലോട്ട് അയക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. ഒപ്പം ഇപ്പോൾ മത്സര പരീക്ഷകൾ അടുത്തു വരുന്ന സമയമായതുകൊണ്ട് തന്നെ ജനുവരി തൊട്ടുള്ള ഒരു റിവിഷൻ ഡിസ്കഷനും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, 16ാമത്തെ ചോദ്യത്തിലേക്ക്. 16ാമത്തെ അല്ലേ? പീപ്പിൾസ് പ്ലാൻ, ജനകീയ ആസൂത്രണം. പല രീതിയിലുള്ള പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ എളുപ്പത്തിൽ തീർക്കാൻ സമയം പോകുന്നതുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനകീയ ആസൂത്രണം, പീപ്പിൾസ് പ്ലാൻ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ എന്ത് പദ്ധതി വേണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അല്ലാതെയൊക്കെ ഡിസ്കഷൻ നടക്കുമ്പോൾ പീപ്പിൾസ് പ്ലാൻ എന്നൊരു ആശയം, ഗാന്ധി പ്ലാൻ ഉണ്ട്, മറ്റ് പലതരം പ്ലാനുകളുണ്ട്. അതിൽ പീപ്പിൾസ് പ്ലാൻ 1931 ഈ ആശയം പുട്ട് ഫോർവേഡ് ചെയ്തത് ആരാണ്? പേരുണ്ടോ? പറഞ്ഞു. ജയപ്രകാശ് നാരായൺ. ഉണ്ടോ? എം.എൻ. റോയ്. പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചയാള് എം.എൻ. റോയ് ആണ്. അടുത്ത ചോദ്യം 17ാമത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ അല്ലെ? 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. ഗാന്ധി 2 വട്ടമേശ, രണ്ടാമത്തതിൽ മാത്രമാണ് പങ്കെടുത്തതെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പലതിലും സജീവമായി പങ്കെടുത്തിട്ടില്ല. തേജ് ബഹാദൂർ സപ്രുവും അംബേദ്കറും ഒക്കെയാണ് എല്ലാത്തിലും പങ്കെടുത്തത്. ഒരു വനിതയുണ്ട് അതിനകത്ത്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വനിത. ആരാണ് അവർ? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുന്നു. ആരാ? ബീഗം ജഹനാര ഷാനവാസ്. ബീഗം ജഗനര ഷാനവാസ്. ശരിയായ ഉത്തരം ബീഗം ജഗനരയാണ്. രണ്ടുപേർക്കും മാർക്ക്. ഗാന്ധി ഇർവിൻ പാക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 1931 ഗാന്ധി ഇർവിൻ പാക്ട് അല്ലേ? ഓക്കെ, ആ ഗാന്ധി ഇർവിൻ പാക്ടിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പൂന പാക്ട് 1932 പൂന പാക്ട്. നിഷാൻ പൂന പാക്ടിന്റെ കാര്യം പറഞ്ഞു നന്നായി. ആ പൂന പാക്ടിന് കാരണമായത് കമ്മ്യൂണൽ അവാർഡാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് തന്ന ഒരു കമ്മ്യൂണൽ അവാർഡ്. ആ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. 18ാമത്തെ ചോദ്യം. ഓക്കെ, പേരെന്താ? എന്താ നിബി? റാംസെ മക്ഡൊണാൾഡ്. ശരിയായ ഉത്തരം. 19ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലുള്ള സമാധാന സമരങ്ങൾ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, സംഘടിതമായ കലാപങ്ങൾ, ആയുധ കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചിറ്റഗോങ്ങിൽ, ബംഗാളിലെ ചിറ്റഗോങ്ങിൽ സായുധ കലാപം നടന്നത്. ഒരു ആർമറി, ഒരു സൈനിക കേന്ദ്രം തന്നെ ആക്രമിച്ച് അവിടുന്ന് ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ആ ചിറ്റഗോങ് സായുധ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയുടെ പേര്. ചിറ്റഗോങ് സായുധ കലാപം 1930
ആരാ നിഷാൻ? സൂര്യസൻ. സൂര്യസൻ ശരിയായ ഉത്തരവാണ്. സൂര്യസൻ. നിബിക്ക് ശരിയായി. മാർക്കിടാം. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന അന്ന് മുതൽ പല നിയമങ്ങളും വന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ മൊത്തം കൂടി പരിശോധിച്ചാൽ, ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് വരെയുള്ള നിയമങ്ങൾ പരിശോധിച്ചാൽ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നിയമം ഏത്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നിയമം. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നിയമം. ഓക്കെ, ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഏത് വർഷത്തെ? വർഷം ഇല്ലെങ്കിൽ മാർക്കില്ല. കാര്യം ഒരുപാട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലുണ്ട്. എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആണോ? ആ, ഞാൻ അതല്ല എഴുതി. ഏതാ എഴുതിയ? ഞാൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എഴുതി. അതെ, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം. സ്വാഭാവികം, സ്വാതന്ത്ര്യം തന്നാൽ മാത്രം മതി. മറ്റ് നിയമങ്ങളുടെ പ്രത്യേകത ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്നുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തണം. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 21. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരുടെ പിന്തുണ വേണം, അതിനുവേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. എന്ത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നു. ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ബ്രിട്ടന് വേണം യുദ്ധത്തിൽ ജയിക്കാൻ. ആ ഇന്ത്യക്കാരുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ ഒന്ന് പാട്ടിലാക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തോ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരെന്ത്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സിമ്പിൾ കാര്യങ്ങൾ പലതും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അറിയില്ലേ? ഓക്കെ, ഉത്തരം എന്താ? നിബിയുടെ ഉത്തരം ഉണ്ടോ? ഇല്ല, സമയം കഴിയാണ്. ഏതാ? ക്രിപ്സ് മിഷൻ അല്ല, ഓഗസ്റ്റ് ഓഫർ. ഏതാണ്? 1940 ഓഗസ്റ്റ് ഓഫർ. 22. ക്രിപ്സ് മിഷനൊക്കെ ഭരണപരിഷ്കാരത്തിന് വേണ്ടി വന്നതാണ്. 22. മഹാത്മാഗാന്ധിയുടെ പല സമരമാർഗങ്ങളിലൊന്നായിരുന്നു വ്യക്തി സത്യാഗ്രഹം. ഓരോ വ്യക്തികളെ മാറി മാറി സത്യാഗ്രഹം ചെയ്യണം. അങ്ങനെ ഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുത്തത് ആരെ? മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യമായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഓക്കെ, ആരെ നിബി? ആചാര്യ വിനോബ ഭാവെ. ശരിയായ ഉത്തരവാണ്, ആചാര്യ വിനോബ ഭാവെ. 23. ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ ആർമി. ആശയം കൊണ്ടുവന്നത് മോഹൻ സിംഗ്, രൂപീകരിച്ചത് രാജ് ബിഹാരി ബോസ്. പിന്നീടാണ് സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വത്തിലെത്തിയത്. INA പട്ടാളക്കാര് അങ്ങനെ അണിയണിയായി മാർച്ച് ചെയ്യുമ്പോൾ അവരെ ആവേശഭരിതരാക്കാൻ വേണ്ടി അവർക്കൊരു ചിട്ടയായ പടയണി ഗാനമുണ്ടായിരുന്നു. INA ഏതാണത്? INA പടയണി ഗാനം. INA പടയണി ഗാനം. പടയണിക്ക് എവിടെയുണ്ടോ? ഉത്തരം അറിയോ? കദം കദം ആഗേ ബഡ്. തെറ്റാണ്. കദം കദം ബഡായേ ജാ. കദം കദം ബഡായേ ജാ. ഇതിൽ രസമുള്ള സംഗതി, ഇത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ഷോർട്സിൽ നിബി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതെ, അത് തന്നെയാണ് ക്വിസിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. 24. ചോദ്യം. ബോംബെ നാവിക കലാപം ബ്രിട്ടീഷുകാരുടെ ശവപ്പെട്ടിയിലെ അവസാന ആണി എന്നൊക്കെ വിശേഷിപ്പിക്കാം. സ്വാതന്ത്ര്യം തന്നേ തീരുമെന്ന് അവരെ നിർബന്ധിതരാക്കിയതിൽ ഒന്നാണ് ബോംബെയിലെ നാവിക കലാപം. ഏത് കപ്പലിലാണ് ബോംബെ നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ടത്? 24. ചോദ്യം. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരം പറയാം. തൽവാർ. HMS തൽവാർ. അപ്പൊ HMS തൽവാറാണേ. തൽവാറിനില്ല, HMS തൽവാറിനെ മാർക്കുള്ളൂ. എല്ലാം ഫുള്ള് വേണം. 25. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത്, അല്ലേ? 2 രാജ്യങ്ങൾക്കായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഒരു രാജ്യത്തെ വെട്ടിമുറിച്ചു. ആരായിരുന്നു ആ രാജ്യത്തിന്റെ അതിർത്തികൾ നിർണ്ണയിക്കാൻ തീരുമാനിക്കപ്പെട്ടത്? ഇന്ത്യക്കും പാകിസ്ഥാനും ആ അതിർത്തികൾ നിർണ്ണയിച്ചത്, ഇപ്പോൾ കാണുന്ന അതിർത്തികൾ നിർണ്ണയിച്ച ആ കമ്മിറ്റിയുടെ തലവൻ, ആ വ്യക്തി ആരായിരുന്നു? സർ റാഡ്ക്ലിഫ്. ശരിയായ ഉത്തരം. നിഷാൻ എന്താ എഴുതിയേ? ഓക്കെ, ശരിയാണ്.
ആ സാർ 26. സർ ഉപ്പ് സത്യാഗ്രഹം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തു. പക്ഷെ സമരം പിന്നോട്ട് പോയില്ല. കാരണം ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷവും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ കരുത്തനായ ഒരു നേതാവ് വന്നു. ആരായിരുന്നു മഹാത്മാഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്? പെട്ടെന്ന് എഴുതുക, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതല്ല. ഓക്കെ, പറഞ്ഞോളൂ. വേണം പറഞ്ഞോ, കുഴപ്പമില്ല, എഴുതണ്ട, പറഞ്ഞോ. ബദ്രുദ്ദീൻ തിയാബ്ജി അല്ല, അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജി. നിഷാന്റെ ഉത്തരം അബ്ബാസ് തിയാബ്ജി. ശരിയായ ഉത്തരവാണ് അബ്ബാസ് തിയാബ്ജി. 26 ക്വസ്റ്റ്യൻ. 27. ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള മഹാത്മാഗാന്ധിയുടെയും സുഹൃത്തുക്കളുടെയും യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി തോന്നി മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക്. ഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയുമായി താരതമ്യപ്പെടുത്തിയ വ്യക്തി ആര്? എങ്ങനെ? ഉത്തരം അറിയാവോ? ശ്രീനാരായണ ഗുരു. ഓക്കെ, മോട്ടിലാൽ മോത്തിലാൽ നെഹ്റു ആണ്. എന്താ ശ്രീനാരായണ ഗുരു? എന്തൊരു ഗസ്സായിപ്പോയി, അങ്ങനെ ഒരു ഇതായിപ്പോയി ഉള്ളൂ. 26 മോത്തിലാൽ നെഹ്റു. ശരിയായ ഉത്തരം. 27. ഇനി 27ാമത്തെ. അല്ല, ഇപ്പൊ 26 ആയുള്ളൂ. ഇനി 28ാമത്തെ. ഓ സോറി 2 26 ഇട്ടുകൊണ്ടാ. ആ ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ക്വിസ് മാസ്റ്റർ? ഓക്കെ, ക്വിസ് മാസ്റ്റർ പേരില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിച്ചത്, ഞങ്ങൾ ഇവിടെ ഇനി ഭരിക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചത് 1764 നടന്ന ഒരു യുദ്ധമാണ്. ഏതാണ് ആ യുദ്ധം? 1764. യെസ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം അരക്കിട്ടുറപ്പിച്ചത് ആ യുദ്ധമാണ്. ആ യുദ്ധത്തിന്റെ പേര്? സിമ്പിൾ ചോദ്യം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ചോദ്യങ്ങളിലൊന്നാണത്. ഓക്കേ ഓക്കേ. നിനക്ക് ഉത്തരവുണ്ടോ? എന്താ? ഞാൻ എഴുതി കഴിഞ്ഞില്ല. വെയിറ്റ്. ബക്സാർ യുദ്ധം. നിഷാൻ എഴുതിയത് എന്താ? കർണാട്ടിക് യുദ്ധം. തെറ്റാണ്. ബക്സാർ യുദ്ധം. കർണാട്ടിക് യുദ്ധത്തിൽ ഇന്ത്യ ഭാഗവാക്കിയല്ല, ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തുടക്കമിടുന്നു, പക്ഷേ അത് ആധിപത്യം കിട്ടുന്ന പ്ലാസി യുദ്ധം പഠിക്കുന്നവർ അതിനോട് ചേർത്ത് പഠിക്കേണ്ട യുദ്ധത്തിന്റെ പേരാണ് ബക്സാർ യുദ്ധം. 1764. 29ാമത്തെ ചോദ്യം അല്ലേ? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിനൊപ്പം തന്നെ സാമൂഹ്യ നവോത്ഥാനവും നടക്കുന്നു എന്നുള്ളതായിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സത്യശോധക് സമാജ്. ജനങ്ങളെ ഒന്നിപ്പിച്ച ആ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അയ്യോ, കറണ്ട് പോയിട്ടുണ്ട്. നിഷാന്റെ കോപ്പി അടിക്കുന്നു. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? കാണാൻ പറ്റുന്നില്ല. ആ നിഷാൻ ഉത്തരം അറിയോ? അറിയാമെങ്കിൽ പറഞ്ഞു. അറിയോ നിഷാന്? ആരാ? രാജാറാം മോഹൻ റോയ്. ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ. രാജാറാം മോഹൻ റോയ് ബംഗാളിയാണ് കേട്ടോ. മഹാരാഷ്ട്രയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ചത്, ദളിതൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതൊക്കെ ജ്യോതിബ ഫുലെയാണ്. അവസാനത്തെ ചോദ്യം അല്ലേ? നിങ്ങളുടെ പ്രകടനം അത്യാവശ്യം ഒരു ഗംഭീരമാകാത്തതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കരണ്ട് പോയിരിക്കുകയാണ്. രണ്ടുപേർക്കും ശരിയാകാൻ വേണ്ടി ഒരു ചോദ്യം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സ്വദേശി പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം മഹാത്മാഗാന്ധി ഒഴിവാക്കാൻ കാരണമായ ഒരു സമരമുണ്ട്. ഏതാണത്? ഏതാ? 1922 ചൗരി ചൗര സമ്മേളനം. രണ്ടുപേരും ചൗരി ചൗര പ്രക്ഷോഭം, രണ്ടുപേർക്കും പോലീസ് ആക്രമണം, ചൗരി ചൗര ഇൻസിഡന്റ്. രണ്ടുപേർക്ക് ശരിയല്ലേ? ഓക്കെ, പെട്ടെന്ന് മാർക്ക് പറ, നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരു 20 മാർക്കിൽ താഴെ എന്ന് പറഞ്ഞാൽ അതൊരു മോശം പ്രകടനം തന്നെയായിട്ട് കരുതുക. സമയം ഇഷ്ടം പോലെയുണ്ട് പഠിക്കാൻ, നന്നായി പഠിക്കുക. അറിയാവുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. നിബിക്ക് 17 മാർക്ക്. സൈഡി മാർക്കിട്ട് പോയില്ലേ? 14 മാർക്ക് ആണോ? 14 ആ രീതിയിൽ മാർക്കിട്ട് പോകുന്നല്ലേ, ഇങ്ങനെ മാർക്കിട്ട് പോയില്ലേ? എപ്പോഴും അങ്ങനെ. ഓക്കെ, കുഴപ്പമില്ല. 14ഉം 17ഉം. അപ്പോ ഇപ്പം ഞങ്ങളുടെ മാർക്ക് കേട്ടല്ലോ. ഇനി കൂട്ടുകാർക്ക് എങ്ങനെയുണ്ടായിരുന്നു ക്വിസ്, എത്ര മാർക്ക് കിട്ടിയെന്ന് കൂട്ടുകാർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളും വീഡിയോകളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ പഠിക്കുകയും വേണം. ഓക്കെ, പഠിക്കണം. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം.